ഹലോ മക്കളെ, ഷനൂഫ് സാറാണ്. നമുക്കറിയാം നാളെയാണ് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ എക്സാം നടക്കുന്നത്. ഇന്ന് രാത്രി കൃത്യം 7:00 നമ്മുടെ പ്രൊഡിക്ഷൻ ലൈവ് ഉണ്ടാവും. സോ മാക്സിമം ഫ്രണ്ട്സിനായിട്ട് വന്നോ, നമുക്ക് സെറ്റ് ആക്കാം. അതിന്റെ മുന്നോടിയായിട്ട് സോഷ്യൽ സയൻസിലെ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ്. സോ അതാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കോ, ഈ ചിത്രം കണ്ടില്ലടാ. ഇങ്ങനെ ചിത്രം കൊണ്ട് ഒരു ചോദ്യം വരാം. എങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആയിട്ടാവും ഉണ്ടാവുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ചേഞ്ച് ഒക്യൂസ് ഇൻ ദ ടെമ്പറേച്ചർ ദ ഹൈറ്റ് ഇൻക്രീസസ്. അതായത് മക്കൾ ഉയരം കൂടുമ്പോൾ താപനിലയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്. രണ്ടാമത് വാട്ട് ഈസ് എ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഫോർ എവറി കിലോമീറ്റർ ഇൻക്രീസസ് ഇൻ ഹൈറ്റ്. അതായത് ഓരോ കിലോമീറ്റർ ഉയരത്തിനും താപനിലയിൽ എത്രത്തോളം മാറ്റമാണ് ഉണ്ടാകുന്നത്. വാട്ട് ഈസ് എ നെയിം ഇൻ ദ ചേഞ്ച് അല്ലെങ്കിൽ ഇൻ ദ ഫിനോമിന ഇൻ ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന ഈ മാറ്റത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രതിഭാസത്തിന്റെ പേരെന്താണ്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അന്തം വിട്ട് നിൽക്കരുത് മക്കളെ. ഇതേപോലെ നിൽക്കരുത്, അടിച്ചു പൊളിച്ച് ആൻസർ ചെയ്യണം മക്കളെ. ഉയരം അഥവാ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗത്താണ് ഉത്തരമുള്ളത്. അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ്. ഉയരം കൂടുമ്പോൾ അന്തരീക്ഷത്തിന്റെ താപനില കുറയും. വിപരീതാനുപാതത്തിലാണ്, മനസ്സിലാക്കി വെച്ചാൽ മതി. രണ്ടാമത്തെ എന്താണ് പറയുന്നത്, ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് ആണ് കുറയുന്നത്. കണ്ടോ, ഓരോ കിലോമീറ്റർ ഹൈറ്റിലേക്ക് പോകുന്ന ചെയ്യുന്നുണ്ട് 6.4 ഡിഗ്രി സെൽഷ്യസ് കുറയുന്നുണ്ട്. അപ്പൊ അതവിടെ കിട്ടി. എന്താണ് ഈ ഫിനോമിനെ വിളിക്കുന്ന പേര് മക്കൾ? ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് ക്രമമായ താപനഷ്ട നിരക്ക് അഥവാ നോർമൽ ലാപ്സ് റേറ്റ് എന്നാണ്. സോ അവിടുത്തെ സി എന്ന് പറയുന്ന സാധനവും അവിടെ സെറ്റ് ആണ്, അടിപൊളിയാണ്. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോടാ, വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ കൊല്ലം എസ്എ ചോദിച്ച ഏരിയ ആണ്. ഒരു പക്ഷേ നമുക്ക് 4 മാർക്കിന് ഇക്കൊല്ലം വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ പൊട്ടൻഷ്യൽ കൂടിയ ഒരു കണ്ടന്റ് ആണ്. ഇങ്ങനെ ചിത്രം തന്നുകൊണ്ട് ഈ എ ബി എന്ന് പറയും ഫൈൻഡ് ചെയ്യാൻ പറയും. എന്നിട്ട് അത് എങ്ങനെ അവിടുത്തെ പ്രഷർ അഥവാ മർദ്ദം ഉണ്ടായി എന്നുള്ളത് എഴുതാൻ പറയും. സോ മക്കളെ നോക്കി വെച്ചോ. സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ ലംബമായി പതിക്കുന്ന ഒരേ ഒരു ഏരിയ ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ റീജിയൻ ആണ്. ഇവിടെ നിന്നും നമുക്ക് 2 ഭാഗത്തേക്ക് അഥവാ പോളാർ റീജിയൻസിലേക്ക് പോകും തോറും ചൂട് ക്രമാതീതമായി കുറഞ്ഞു വരും. സ്വാഭാവികമാണല്ലോ, ഇവിടെ ഫുൾ ഐസും കട്ടയാണല്ലോ. ഇനി നോക്കി വെച്ചോ എന്താ സംഭവം ക്ലിയർ ആയിട്ട് പറയാൻ പോകുന്നു. സെറ്റ് ആക്കി വെച്ചോ. സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നു. 1 ഈസാണോ 2 ഈസാണോ 1 മാസമാണോ അല്ല 6 മാസമാണോ അല്ല, വർഷം മുഴുവൻ അങ്ങനെ തന്നെയാണ്. സൺറൈസ് ഫാൾ ഓൾമോസ്റ്റ് വെർട്ടിക്കലി ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മുഴുവൻ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നു. സെറ്റാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ചൂട് കൂടൂലടാ. നോക്കിക്കോ, ഹൈ ടെമ്പറേച്ചർ ഇൻ ദ ഇക്വേറ്റോറിയൽ റീജിയൻ കോസസ് ദ എയർ ടു എക്സ്പാൻഡ് ആൻഡ് റൈസ് ഫോമിംഗ് ലോ പ്രഷർ ബെൽറ്റ്. അതായത് മക്കളെ, ഈ ഭാഗത്ത് ഇക്വേറ്റോറിയൽ റീജിയനിൽ എന്ത് ചെയ്യും, ഇവിടുത്തെ വായു വികസിച്ച് മുകളിലേക്ക് ഉയരുമ്പോൾ അവിടെ വായു ഇല്ല. അപ്പൊ മർദ്ദം ഉണ്ടാവോ, പ്രഷർ ഉണ്ടാവോ, അതുമില്ല. അപ്പൊ അവിടെ ലോ പ്രഷറാണ് അഥവാ ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂനമർദ്ദം ആയതുകൊണ്ട് ഇവിടെ ലോ പ്രഷർ ആയതുകൊണ്ട് കാറ്റൊക്കെ ഈ ഭാഗത്തേക്കല്ലേ വരിക. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇവിടുന്ന് പ്രത്യേകം കാറ്റൊന്നും പോകാത്തത് കൊണ്ട് ഇവിടെ എന്തില്ല, കാറ്റില്ല. അതുകൊണ്ട് നിർവാത മേഖല അഥവാ ഡോൾഡ്രം എന്നറിയപ്പെടുന്നു. സോ അതവിടെ സെറ്റാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത്, ഇപ്പൊ വികസിച്ച് ഉയർന്ന വായു കണങ്ങൾ അഥവാ ഈ എയർ ഉണ്ടല്ലോ, അത് പതിയെ താഴ്ന്നിറങ്ങുന്ന സ്ഥലം ഏതാടാ? അത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിലാണ്. അതായത് നമുക്കൊരു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയും. അതായത് നേരത്തെ വികസിച്ച വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് വായു കണങ്ങളുടെ കട്ടി കൂടും, വെയിറ്റ് കൂടും. അപ്പൊ പ്രഷർ കൂടും, മർദ്ദം കൂടും. അത് തന്നെയാണ് സംഭവം. കണ്ടോ, വാം എയർ ഫ്രം ദ ഇക്വേറ്റോറിയൽ റീജിയൻ റൈസസ് ടു മൂവ് ടുവേർഡ്സ് ദ പോളാർ ആസ് അപ്പർ എയർ വിൻസ്. ഓക്കെ, മധ്യരേഖയിൽ നിന്ന് ചൂട് പിടിച്ച വായു ഉയർന്ന് എവിടേക്ക് പോകും? ധ്രുവങ്ങളിലേക്ക് വീശുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും എയർ കൂൾസ് ആൻഡ് സ്പ്രിങ്സ് നിയർ 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ് ഫോമിംഗ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അതായത് മക്കൾ വേറൊന്നുമല്ല, ഇത് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങളിലായിട്ട് തണുത്ത് താഴ്ന്നിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് മർദ്ദം കൂടും. അത് മാത്രമാണ് ഇവിടെ. സെറ്റാണ്. സോ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കൾ. നോക്കിക്കോ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസിങ് ദ ഡയറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് വിൻഡ്? എക്സ്പ്ലെയിൻ ദാറ്റ്. മക്കളെ മനസ്സിലാക്കി നോക്കുക, കാറ്റിന്റെ ദിശ, വേഗത എന്നിവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഈ ഘടകങ്ങൾ വിശദീകരിക്കുക നിർബന്ധമാണ്. ഔവൽ ഫർല അങ്ങനെ തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ പഠിച്ചു വെക്കണം. അതായത് കോറിയോലിസ് ഫോഴ്സ്, കോറിയോലിസ് ബലം. രണ്ടാമത് എന്താ? പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് അഥവാ മർദ്ദച്ചെരിവ് ബലം. മൂന്നാമത് ഫ്രിക്ഷൻ അഥവാ ഘർഷണ ബലം. മക്കൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു പക്ഷേ ഇവിടുന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് 1 മാർക്കിന്റെ ചോദ്യവും വരാൻ ചാൻസ് ഉണ്ട്. അത് വരികയാണെങ്കിൽ കോറിയോലിസ് ഫോഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ 2 ആളുകളെ കൂട്ടിയിട്ട് കെട്ടിച്ചിട്ട് എന്ത് ചെയ്യും? 4 മാർക്കിന്റെ ചോദ്യവും തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഏതായാലും നമ്മൾ ഈ ഭാഗം സെറ്റാക്കി വെക്കണം. കോറിയോലിസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ മക്കളെ, കോറിയോലിസ് അപ്പൊ കാക്ക. ഓക്കെ, കാക്ക എന്നല്ല, കോറിയോലിസിന്റെ കാ എടുക്കുക. ഭൂമി കറങ്ങാണല്ലോ, ആ കാ എടുക്കുക. ഭൂമി കറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് കോറിയോലിസ് ഫോഴ്സ്. അത് കാരണം നോർത്ത് ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റ് വലത്തോട്ടും സദേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധഗോളത്തിൽ കാറ്റ് ഇടത്തോട്ടുമായിരിക്കും സഞ്ചരിക്കുക. അപ്പൊ അത് സെറ്റാണ്. രണ്ടാമത് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് അഥവാ മർദ്ദച്ചെരിവ് ബലം.
മക്കളെ മർദ്ദം കൂടിയെടുത്ത് മർദ്ദം കുറഞ്ഞിടത്തേക്കല്ലേ കാറ്റ് പോകുള്ളൂ. ഹൈ പ്രഷർ ടു ലോ പ്രഷറിലേക്ക് കാറ്റ് പോകുള്ളൂ. അത് ഏത് ഷനൂപ് സർ എന്ന് പറഞ്ഞാലും കാറ്റ് കേൾക്കില്ല. അപ്പോൾ മനസ്സിലാക്കിയ ഒറ്റ മൈൻഡാണ്. മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്നും മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് കാറ്റ് വീശുന്നു. വിൻഡ് ബ്ലോ ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. അത്രേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ സെറ്റാണ്. ഇനി മൂന്നാമത്തെ ഫ്രിക്ഷൻ അഥവാ ഘർഷണ ബലം. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് തടസ്സം തടസ്സം തടസ്സം. നമ്മൾ ബീച്ച് ഏരിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പട്ടം പറത്തുമ്പോൾ ഭയങ്കര സ്പീഡിൽ ആകാശത്തേക്ക് ഇങ്ങനെ ഫീറായിട്ട് പോകും. എന്തുകൊണ്ടാണ്? അവിടെ കാറ്റിന് വേഗത കൂടുതലാണ്. കാരണം കാറ്റിന് ആരും തടഞ്ഞു നിർത്തുന്നില്ല. ഈ കാറ്റ് കരയ്ക്ക് പോവുകയാണെങ്കിലോ നോക്കിക്കോളി, ഇവിടെ മൗണ്ടെയിൻസ് പർവ്വതങ്ങളുണ്ട്, യെസ് ഇവിടെ കുറേ മരങ്ങളുണ്ട്, മാൻമേഡ് സ്ട്രക്ചേഴ്സ് അഥവാ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലേക്ക് കാറ്റ് വരുമ്പോൾ കാറ്റിൻ്റെ വേഗത സ്വാഭാവികമായിട്ട് കുറയും. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ അഥവാ ഘർഷണം കൂടുകയാണെങ്കിൽ ഈ കാറ്റിൻ്റെ വേഗത കുറയും. അപ്പോൾ കാറ്റിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്നില്ലേ? യെസ് സെറ്റാണ്, അത് അടിപൊളിയാണ്, സെറ്റാണ്. ഇനി കഴിഞ്ഞ കൊല്ലം ചോദിച്ച ഒരു ചോദ്യം മക്കളെ, ഇക്കൊല്ലം ചോദിക്കാൻ പോസിബിലിറ്റി കുറവാണ്, പക്ഷേ ഇവിടെ വേറെ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ ചിത്രം തന്നുകൊണ്ട് ABC ഇത് ഏത് കാറ്റുകളാണ് മനസ്സിലാക്കിയിട്ട് അതിനെ അടയാളപ്പെടുത്താൻ പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ട്രേഡ് വിൻഡ് അഥവാ വാണിജ്യവാദങ്ങൾ, അതാണ് ഈ A എന്ന് പറയുന്നത്. B എന്ന് പറയുന്നത് ഏതാണ്? യെസ് പശ്ചിമവാദങ്ങൾ അഥവാ വെസ്റ്റർലീസ് ആണ്. ഇനി C എന്ന് പറയുന്നത് നമുക്കറിയാം ധ്രുവീയവാദമാണ്, ധ്രുവത്തിലാണത്, നോർത്ത് പോളിലാണത്. അപ്പോൾ പോളാർ വിൻഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇത് എവിടുന്ന് എവിടേക്ക് വീശുന്നു എന്നുള്ള ടെക്സ്റ്റ് ബുക്കിൽ ആ ബോക്സ് നിങ്ങൾ പഠിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ അത് അവിടെ ക്ലിയർ ആവും. ഓക്കെ, ഇനി അടുത്തത് മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്കൊല്ലം നമുക്ക് essay വരാൻ ചാൻസ് കൂടിയതാണ്. ഞാൻ പലവട്ടം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് essay. സോ ഇവിടെ essay വന്നിട്ടില്ലെങ്കിലും പക്ഷേ അങ്ങനെ ഡൗട്ട് ഉണ്ടാവുമല്ലോ. ഇതാ ഈ ഒരു സാധനം നിങ്ങൾക്ക് 3 മാർക്കിന് ചോദിച്ചിരിക്കും. സോ മക്കളെ പഠിച്ചു വെക്കണം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഐഡന്റിഫൈ വിച്ച് ടൈപ്പ് ഓഫ് റെയിൻഫാൾ ഈറ്റ്സ് എക്സ്പ്ലെയിൻ. മക്കളെ ഇത് കഴിഞ്ഞ കൊല്ലം ഓണത്തിന് ചോദിച്ചു, ഇത് കഴിഞ്ഞ കൊല്ലം മോഡലിന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് കൺവെക്ഷണൽ റെയിൻഫാൾ അഥവാ സംവരമായാണ്. സോ അവന് ഞാൻ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ മക്കളെ വളരെ സിമ്പിളാണ്. സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയിലേക്ക് തട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ വായു വികസിച്ച് മുകളിലേക്ക് ഉയർന്നു പോകും. ഉയരുന്തോറും ചായയുടെ സ്വാദ് കൂടല്ല, ഇവിടെ എന്താ സംഭവിക്കുക? യെസ് ഇവിടെ ചൂട് കുറഞ്ഞിട്ട് കണ്ടൻസേഷൻ ഘനീകരണം സംഭവിക്കും. അങ്ങനെ നല്ല ക്ലൗഡ്സ് മേഘം ഉണ്ടാകും. ആ മേഘത്തിൽ നിന്നും ബാക്ക് ടു എർത്ത് കിടിലോസ്കി ആയിട്ട് ഇടിവെട്ട് മഴ പെയ്യും. ആ മഴയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺവെക്ഷണൽ റെയിൻഫാൾ അഥവാ സംവഹനമായ. സെറ്റല്ലേടാ, അടിപൊളിയാണ്. ഇതുപോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ കൊല്ലം മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട വളരെ സിമ്പിൾ ആയിട്ടൊരു കേസ്, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. അതായത് ഒരു കാലാവസ്ഥ മേഖലയുടെ പേരാണ് തന്നിട്ട് ചോദിക്കും, ഈ കാലാവസ്ഥ മേഖലയുടെ താപനില ടെമ്പറേച്ചർ എത്രയാണ്, റെയിൻഫാൾ മഴ എത്രയാണ്, സസ്യങ്ങൾ വെജിറ്റേഷൻ എന്താണ്. ഈ സിമ്പിളാ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് അതിൻ്റെ മോഡൽ. ഇതേപോലെ നമുക്ക് 8 കാലാവസ്ഥാ മേഖല ഉണ്ട്. അതിൽ ആദ്യത്തെയും അവസാനത്തെയും അല്ലാത്ത 6 ആൾക്കാർ അത് സെറ്റാക്കി പഠിച്ചോ, അതിനേ ക്വസ്റ്റ്യൻ വരുള്ളൂ. സോ സിമ്പിൾ ആയാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പഠിച്ചോ മക്കളെ. കഴിഞ്ഞ കൊല്ലം ഓണത്തിന് ചോദിച്ചു, കഴിഞ്ഞ കൊല്ലം മോഡലിനും പബ്ലിക്കിനും ചോദിച്ചു. 100% ഞാൻ ഇപ്പോഴും പറയും, നമുക്ക് ഒരു പക്ഷേ 2 മാർക്ക് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും. എന്താണ്? ട്രോപ്പിക്കൽ റീജിയണിൽ ഹോട്ട് ഡെസേർട്ട് ആർ located mostly on the west margins of the continents. What is the reason? എന്തുകൊണ്ടാണ് നമ്മുടെ വൻകരകളുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ മരുഭൂമി രൂപപ്പെടാനുള്ള കാരണം? ഇത് അവിടെ തന്നെ കൊടുത്ത ചോദ്യം. അവിടെ 2 പോയിന്റ് ഉള്ളൂ. അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരാൻ പോകുന്നു കേട്ടോ. പോയിന്റ് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിച്ചോളൂ കേട്ടോ. അതായത് നമുക്കറിയാം കടലിൽ നിന്നും ഈ കാറ്റ് ഇങ്ങനെ ദീർഘദൂരം സഞ്ചരിച്ച് ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ മോയിസ്ചർ അഥവാ വെള്ളത്തിന്റെ അംശം ജലപാഷ്പം കുറഞ്ഞു വരും. അത് പടിഞ്ഞാറൻ ഭാഗത്ത് അഥവാ വെസ്റ്റേൺ കോണ്ടിനൻസ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ വെള്ളം മുഴുവൻ വറ്റിപ്പോയിണ്ടാവും. അങ്ങനെ ഡ്രൈ ത്രൂ ഔട്ട് ദ ഇയർ, വർഷം മുഴുവൻ വരണ്ട കാറ്റുകളായിട്ട് എന്ത് ചെയ്യും? ഇത് പോകും. അപ്പോൾ വർഷം മുഴുവൻ ചൂടുള്ള കാറ്റ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അവിടെ വിള്ളലും വിണ്ട് കയറലൊക്കെ സംഭവിച്ചാൽ ബിക്കം ഫോർമേഷൻ ഓഫ് താ ഡെസേർട്ട് അല്ലെങ്കിൽ ഡെസേർട്ട്. അവിടെ പതിയെ ഡെസേർട്ട് ആയിട്ട് ഫോർമേഷൻ നടക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 മാർക്ക് പഠിച്ചോ, സെറ്റാണ്. ഇനി ഇതിൻ്റെ കൂടെ ഏച്ചു കൂട്ടിക്കൊണ്ടൊരു ചോദ്യം ചോദിക്കാൻ ചാൻസ് എന്താ അറിയോ? ഇവിടുത്തെ ട്രൈബൽ ഗ്രൂപ്പ് ഏതാണ്? ബുഷ്മെൻ. മറന്ന് കളയല്ലേ, വിട്ട് കളയല്ലേ, സെറ്റാണ്. ഓക്കെ, ഇനി അടുത്തെന്താ? പ്രിപ്പയർ എ നോട്ട് ഓൺ കമ്പയറിംഗ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ ആൻഡ് ദെയർ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഇൻ സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ ഹോട്ട് ഡെസേർട്ട്. സാവന്നയിലെയും ഹോട്ട് ഡെസേർട്ട് അഥവാ ഉഷ്ണമരുഭൂമിയിലെയും അവരുടെ ജീവിത രീതി, അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? സിമ്പിളാണ്, കുറച്ചേ ഉള്ളൂ. നോക്കിക്കോടാ, ഇവിടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് കുറേ പുല്ലുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ കൃഷി എന്തായാലും ഉണ്ടാവും. കൃഷി ഉണ്ടാകുമ്പോൾ ആടുകൾ, പൈക്കൾ, പോത്തുകൾ, തീറ്റകളൊക്കെ മേച്ചിൽ കൊണ്ടുപോകും അല്ലേ? തിന്നാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകും, ഭക്ഷണം വേണ്ടി കൊണ്ടുപോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആനിമൽ റയറിംഗ് അല്ലെ, ആനിമൽ ഹസ്ബൻഡറി ഉണ്ടാവും അഥവാ മൃഗപരിപാലനം ഉണ്ടാവും. ഇതാണ് ഇവിടുത്തെ ലൈവ്ലിഹുഡ്. ഇനി ഇവിടെ ഒരു ഗോത്ര വിഭാഗം ഉണ്ടല്ലോ, ജമ്പിങ് ഡാൻസ് ഉള്ള ആൾക്കാർ, എന്താ പേര്? മസായി. അതോടെ സെറ്റാണ്. ഇനി മരുഭൂമിയിൽ എന്താണ്? നോക്കിക്കോ. അവിടെ സെയിം സാധനം, കുറച്ച് ആൾക്കാരേ ഉള്ളൂ, പക്ഷെ എന്ത് ചെയ്യും? കൃഷി ചെയ്യും. അപ്പോൾ അഗ്രികൾച്ചർ ഉണ്ട്. പിന്നെ അവിടെ ആട്, ഒട്ടകം, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ആനിമൽ റയറിംഗ് ഉണ്ടാവും, അതായത് മൃഗപരിപാലനം ഉണ്ടാവും, സെറ്റാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ സാമ്പത്തിക പ്രവർത്തനമായിട്ട് ഒരു കാര്യം നടക്കുന്നുണ്ട്. എന്താണ്? മിനറൽ മൈനിങ്ങും ഓയിൽ മൈനിങ്ങും, ധാതു ഖനനവും പെട്രോളിയം ഖനനവും. ധാതുക്കൾ എന്ന് പറഞ്ഞാൽ സ്വർണ്ണുണ്ട്, അതേപോലെ ചെമ്പുണ്ട്. ഭയങ്കര പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടാവും, സെറ്റാണ്. പക്ഷേ ഇവിടുത്തെ ട്രൈബൽ ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, ബുഷ്മെൻ മറക്കരുത്, വിട്ട് കളയരുത്, ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്തടാ കഴിഞ്ഞ കൊല്ലം
എസ്സേ ചോദിച്ചു, സെമിനാർ തയ്യാറാക്കും എന്ന് പറഞ്ഞ ചോദിച്ച ചോദ്യമാണ്. ഈ ഒരു ഏരിയയിൽ നിന്നും 100% ഷനൂപ് സർ നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു തരുന്നു, എടാ 3 മാർക്കിനോ 4 മാർക്കിനോ ഒരു ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, നിങ്ങളോട് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ചോദ്യം വരിക. സോ സെറ്റാക്കി വെക്കണം. സോ അതിൽ നമ്മൾ എഴുതി വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനമുണ്ട്, അതേപോലെ ഗ്ലേഷ്യസ് ആർ മെൽറ്റിംഗ് മാസീവ്ലി, അതായത് ഹിമാനികൾ വൻതോതിൽ ഉരുകുന്നത് എന്ന് വെച്ചാൽ എന്താ, മഞ്ഞുപർവ്വതം ഉരുകി വരൂലേ, സ്വാഭാവികമായിട്ട് ചൂട് കൂടുമ്പോൾ ഉരുകും, അതന്നെ സംഭവം. ആ ഒരു ടോപ്പിക് പഠിച്ചാൽ മതി. മൂന്നാമത്തെ റൈസിംഗ് ദ സീ ലെവൽ അഥവാ സമുദ്രജലനിരപ്പ് എന്ത് ചെയ്യുന്നു, ഉയരുന്നു. മൂന്നാമത്തെ എന്താ, ചേഞ്ച് ഇൻ റെയിൻഫാൾ, മഴ ലഭ്യതയിലുള്ള മാറ്റം, അഗ്രികൾച്ചർ ക്രോപ്പ് ഫെയിലിയർ, കാർഷിക വിളനാശം, വാട്ടർ ഷോർട്ടേജ് അഥവാ ജലക്ഷാമം, നാച്ചുറൽ ഡിസാസ്റ്റർ അഥവാ പ്രകൃതി ദുരന്തങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ അതവിടെ കിടലിനായിട്ടുണ്ട്. ഇനി മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇനി 4ാമത് ചാപ്റ്ററിൽ പോകുമ്പോൾ മക്കളെ ഇത് പല സ്കൂളുകളും എടുത്തിട്ടില്ല. ഓക്കെ, പല സ്കൂളും പകുതി എത്തിയിട്ടുണ്ട്, പല സ്കൂളും മിന്നൽ വേഗത്തിലാണ് പോയത്. അപ്പോൾ പല സ്കൂളും തുടങ്ങാത്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള ആ ഒരു സ്കൂളുകളൊക്കെ എന്ത് ചെയ്യും, ഇവിടെ നിന്നുള്ള ഭാഗം മാറ്റി തരാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും പഠിച്ച ആളുകൾക്ക് ഇത് ടോപ്പിക് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് ഈ ടോപ്പിക്കിൽ നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത്, ടോപ്പിക് റിപ്പീറ്റ് ചെയ്തില്ല കുഴപ്പമില്ല, എന്നാൽ നോക്കിക്കോളി, കൺസ്യൂമർ എഡ്യൂക്കേഷൻ അഥവാ ഉപഭോക്തൃ വിദ്യാഭ്യാസം നിർബന്ധമാണ്, അത്രയും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. രണ്ടാമത് കൺസ്യൂമർ കോർട്ട് അഥവാ ഉപഭോക്തൃ കോടതികൾ. ഇതെങ്ങനെ ചോദിക്കാറോ, ഒരു ഫ്ലോ ചാർട്ടാണ് തരും, എന്നിട്ട് ഫില്ലിൻ ദ ബ്ലാങ്ക് പോലെ തരും, ABCD ഇട്ടിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, പൂരിപ്പിച്ച് കൊടുക്കണം, ഇത്ര രൂപ ആർക്കാണ് നഷ്ടപരിഹാരം, ആ സംഭവങ്ങൾ ആ സാധനം തന്നെ. മൂന്നാമത് ഫ്രോഡ്, തട്ടിപ്പുകൾ. മക്കളെ നിർബന്ധം എഴുതി വെച്ചോ, ഞാൻ എഴുതി ഒപ്പിട്ട് തരും. ഇവിടുന്ന് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരിക. രാജോ രാമോ സീത ആരെങ്കിലും ആയിക്കോട്ടെ, ഓരോ സൈക്കിൾ വാങ്ങിയതോ മൊബൈൽ ഫോൺ വാങ്ങിയതോ കമ്പ്യൂട്ടർ വാങ്ങിയതോ, അങ്ങനെ അത് പെട്ടുപോകും, എന്തോ ചതിയിൽ പെട്ടുപോകും കമ്പനിയുടെ. എന്നിട്ട് ഇതിനെതിരെ പരിഹാരം നടപടി ക്രമങ്ങൾ എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇവിടെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ലാസ്റ്റ് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട്. മക്കളെ കൺസ്യൂമർ റൈറ്റ്സ് ചോദിച്ചിട്ടില്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആക്ട് 3 കാര്യങ്ങളിൽ പറയുന്നുണ്ട്, അത് നിങ്ങൾ സെറ്റാക്കി വെക്കണം. കാരണം അവിടുന്ന് ഒരു ചോദ്യം നിർബന്ധമാണ്, അവ്വൽ ഫർള അങ്ങനെ തന്നെയാണ്. സോ അവകാശങ്ങളും സംരക്ഷണങ്ങളും പഠിച്ചു വെച്ചോ, സെറ്റാക്കി വെച്ചോ. ഇനി നമുക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഇതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നാളെ എക്സാം പേപ്പറിൽ കാണാൻ പോകുന്ന അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ ഇന്ന് രാത്രി കൃത്യം 7:00 നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഇതിന്റെ പ്രൊഡിക്ഷൻ ലൈവ് നടക്കുന്നുണ്ട്. സോ മാക്സിമം ഫ്രണ്ട്സിനായിട്ട് പോകുന്നോ നമുക്ക് അവിടെ സെറ്റ് ആക്കാം. സോ അതിന്റെ മുന്നോടിയായിട്ട് ഒരു കാര്യം കൂടി പറയുന്നു മക്കളെ, നമ്മളുടെ ബാച്ച് ഓഫർ ഫ്രീഡം ഓഫർ ആയിട്ട് നടക്കുന്നുണ്ട്. യെസ്, 1940 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയല്ലോ. സോ അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കുന്നുണ്ട്. സോ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം 7902 എന്ന് പറയുന്ന ഈ ബാച്ചിൽ യെസ് ഈ ഇതിലേക്ക് കോൾ ചെയ്തോ, സെറ്റ് ആക്കി വെച്ചോ, അടിപൊളിയാക്കി വെച്ചോ. ഇനി അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നു, SSLC ഓണം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി. മക്കൾ ഈ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് വെച്ചോ. വേറെ ഒന്നുമല്ല, ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന പ്രൊഡിക്ഷന്റെ PDF നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ, ആ ക്വസ്റ്റ്യനും ആൻസറും ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മക്കളെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഇതിലായിരിക്കും ഞങ്ങൾ സെൻഡ് ചെയ്യുക. സോ ഇന്ന് രാത്രി എല്ലാവരും വരിക, നമുക്ക് അവിടെ വെച്ച് എന്ത് ചെയ്യാം, സെറ്റ് ആക്കാം.